രാജ്യത്തെ കോടതികളുടെ പല പരാമർശങ്ങളും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമിടാറുണ്ട്. സീസറിന്റെ ഭാര്യ സംശയത്തിനതീതയായിരിക്കണമെന്ന പരാമർശമൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു മന്ത്രിയുടെ രാജിയിലേക്ക് വരെ എത്തിച്ചിട്ടുണ്ട്. കോടതി ഉത്തരവുകളേക്കാൾ പലപ്പോഴും ജനം ശ്രദ്ധിക്കുന്നത് ഇത്തരം പരാമർശങ്ങളാണ്. 2026 മെയ് 15 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നടത്തിയ പരാമർശം അദ്ദേഹം പോലും പ്രതീക്ഷിച്ചില്ല ഇതുപോലൊരു ചരിത്രമാകുമെന്ന്. ചീഫിന്റെ വാക്കുകളിൽ നിന്നുണ്ടായ ഒരു മൂവ്മെന്റിന്റെ ബാക്കി പത്രം ഇതേ ബെഞ്ചിൽ തന്നെ എത്തിയിരിക്കുകയാണിപ്പോൾ. ഡൽഹി ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകരുടെ പദവി നിർണയവുമായി ബന്ധപ്പെട്ട ഒരു കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കുമ്പോഴാണ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പാറ്റ പരാമർശം നടത്തിയത്. വ്യാജ ബിരുദങ്ങൾ ഉപയോഗിച്ച് നിയമരംഗത്തേക്കും മറ്റ് തൊഴിൽ മേഖലയിലേക്കും കടന്നു വരുന്നവരെ കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾക്കിടയിലാണ് അദ്ദേഹം വാക്കാലുള്ള പരാമർശം നടത്തിയത്. കൃത്യമായി പറഞ്ഞാൽ ചീഫിന്റെ വാക്കുകൾ ഇതായിരുന്നു: "There are youngsters like cockroaches who don't get any employment and don't have any place in the profession. Some unemployed youths are like cockroaches who later become media, social media or RTI activists and start attacking the system." വിമർശിച്ചത് വ്യാജബിരുദവുമായി ബാർ, മീഡിയ, സോഷ്യൽ മീഡിയ എന്നീ മാന്യമായ തൊഴിലുകളിൽ കയറിപ്പറ്റിയവരെയാണ്. രാജ്യത്തെ യുവാക്കളെ വിമർശിക്കാൻ താൻ ഉദ്ദേശിച്ചതല്ല, ഇന്ത്യൻ യുവാക്കളിൽ താൻ അഭിമാനിക്കുന്നു എന്നാണ് ചീഫ് ജസ്റ്റിസ് പിന്നീട് തിരുത്തിയത്. എന്നാൽ കോക്രോച്ചുകൾ സംഘടിച്ചതോടെ പിന്നീട് രാജ്യം കണ്ടത് ഇതുവരെ കാണാത്ത പ്രതിഷേധമാണ്. ഈ പ്രതിഷേധത്തെ സർക്കാർ അടിച്ചമർത്താൻ ശ്രമിച്ചതോടെയാണ് വീണ്ടും ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിൽ തന്നെ ഈ കോക്രോച്ച് വിഷയം എത്തിയിട്ടുള്ളത്. ജന്തർ മന്ദറിലെ പോലീസ് അക്രമത്തിനെതിരെയുള്ള ഹർജികൾ പരിഗണിച്ചത് ചീഫ് ജസ്റ്റിസ് തന്നെയാണ്. പ്രതിഷേധങ്ങളുടെ പേരിൽ കസ്റ്റഡിയിലെടുത്ത പ്രായപൂർത്തിയാകാത്തവർ ക്രിമിനൽ പശ്ചാത്തലമില്ലെങ്കിൽ അവരെ വിട്ടയക്കാൻ കോടതി പറഞ്ഞു. സംഭവത്തിൽ നീതിയുക്തവും സ്വതന്ത്രവുമായ അന്വേഷണം ആവശ്യമാണെന്ന് ചീഫ് ജസ്റ്റിസ് നിലപാടെടുത്തു. അന്വേഷണത്തിനായി മുൻ സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാമെന്നും സൂചന നൽകിയിരിക്കുകയാണ്. എല്ലാ CCTV ദൃശ്യങ്ങളും, ഡ്രോൺ ദൃശ്യങ്ങളും, ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ക്യാമറ റെക്കോർഡിങ്ങുകളും, വയർലെസ് ആശയവിനിമയവും PCR ലോഗുകളും സൂക്ഷിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടേത് സമാധാനപരമായ പ്രതിഷേധമായിരുന്നു. അത്തരമൊരു പ്രതിഷേധം ഭരണഘടനയാൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിന് സംശയമില്ല. എന്നാൽ ആരെങ്കിലും ഇതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചോ എന്ന് പരിശോധിക്കണമെന്നാണ് ചീഫ് പറയുന്നത്. സമരത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികൾക്ക് ചികിത്സ ഉറപ്പാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകി കഴിഞ്ഞു. വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതിലാണ് കോടതി ഇടപെട്ടിട്ടുള്ളത്. പെല്ലറ്റ് ഉപയോഗിക്കാനുള്ള മാർഗനിർദ്ദേശം രൂപീകരിക്കാനും കോടതി ഇപ്പോൾ സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കോടതി പരാമർശത്തിലൂടെ തുടങ്ങിയതിൽ നിന്നുണ്ടായ നഷ്ടങ്ങൾ നികത്താനും ഇനിയിപ്പോൾ കോടതി തന്നെ വേണ്ടിവരും.